നിന്റെ ശത്രു നിന്നെ നശിപ്പിക്കുമ്പോൾ അവർ മാത്രം രക്ഷപ്പെടുന്നു. അവർക്ക് ഇന്ന് സന്തോഷമുണ്ട്, അവർ രക്ഷപ്പെട്ടു. എനിക്ക് മാത്രം ദുഃഖങ്ങളും വേദനകളും എന്ന് പറഞ്ഞ് നീ ദുഃഖിക്കേണ്ട. സങ്കീർത്തനം 49 16 വാക്യത്തിൽ പറയുന്നു, ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുകയില്ല. അല്പസമയം ദുഃഖങ്ങളും വേദനകളും നമുക്ക് അനുഭവപ്പെടുമ്പോൾ ആ ദുഃഖത്തിനും കണ്ണുനീരിനും തമ്പുരാൻ്റെ മുമ്പിൽ ഒരു പ്രതിഫലമുണ്ട്. പക്ഷേ ദുഷ്ടനാകട്ടെ, അവൻ ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. അത് മരിക്കുന്നതുവരെ. ഒരു നിത്യജീവൻ നമുക്കുണ്ടെന്ന് ഓർമ്മയിൽ പ്രത്യാശയോടുകൂടി വരും നാളുകളിൽ എനിക്ക് സന്തോഷം ലഭിക്കും. ഞാൻ അനുഭവിച്ച കണ്ണുനീരിനും നീതിക്കും ഒരു വിലയുണ്ട്. എനിക്ക് ആ സമ്മാനം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഓരോ തകർച്ചകളും വേദനകളും സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഈശോയെ കുറ്റപ്പെടുത്താതെ, ദൈവത്തിന് സമയമുണ്ട് എല്ലാത്തിനും. ആ സമയം പോലെ നമ്മുടെ നിയോഗങ്ങൾ കാത്തിരിക്കുക. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ദുഃഖങ്ങളും വേദനകളും നിരാശകളും വരുമ്പോൾ അത് ഈശോയെപ്പോലെ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈശോയെ കുറ്റപ്പെടുത്താതെ ഞങ്ങൾക്ക് ഇന്നത്തെ സഹനം നാളെയുടെ സന്തോഷമായി മാറുമെന്ന് ഒരു ഉൾവിളി, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നൽകണമേ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഈശോയെ ഞങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ച് സഹനങ്ങൾ നൽകണമേ. ഈശോയുടെ ഇഷ്ടമെന്താണെന്നനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നാഥ, ഞങ്ങളെ തന്നെ തിരുത്തുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അങ്ങ് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, സാമ്പത്തിക കടബാധകളാലും രോഗങ്ങളാലും ഈശോയെ വിഷമിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ ടെൻഷനടിച്ച് ജീവിത പ്രശ്നങ്ങളിൽ ടെൻഷനടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത അനേകം മക്കളുണ്ട്. നാഥ, ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശാന്തമാകുക, ഞാൻ നിൻ്റെ ദൈവമല്ലേ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും